സ്കൈ യൂട്യൂബ് ചാനലിൻ്റെ സഞ്ചാരി എന്ന ട്രാവലിംഗ് വീഡിയോ ഇന്ന് എത്തിയിരിക്കുന്നത് മാങ്കുളത്താണ്. മാങ്കുളത്തെ ആനക്കുളം എന്ന സ്ഥലത്താണ്. രാവിലെ തന്നെ നമ്മളെന്തായാലും ആനക്കുളത്ത് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു 6 മണിക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. രാവിലെ 6 മണിക്കാണ് എത്തിയിരിക്കുന്നത്. രാവിലെ ആയതുകൊണ്ട് ഇവിടുത്തെ കടകളൊന്നും തുറന്നില്ല. കുറച്ച് നായ്ക്കളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കാം. എത്രയെങ്കിലും കിട്ടാൻ മാർഗമില്ല. 7:30 മണിയാവില്ലേ? 7 കഴിയണം. അങ്ങനെ രാവിലെ ഒന്നും അങ്ങനെ വരില്ലല്ലേ? രാവിലെ ഒന്നും അങ്ങനെ വരില്ലല്ലേ? ഇല്ല. ആന പോയതല്ലേ ഉള്ളൂ. രാവിലെ കടകളൊന്നും തുറക്കില്ല. 7-7:30 മണിയാകുമ്പോഴേ കടകളൊക്കെ തുറക്കുമെന്നാണ് ഇവിടെ ഒരാൾ പറഞ്ഞത്. ഒരു ചായ കുടിക്കാൻ പോലും ഒരു രക്ഷയുമില്ല. അങ്ങനെ ആനക്കുളത്ത് രാവിലെയുള്ള ഫസ്റ്റ് ബസ്സാണെന്ന് തോന്നുന്നു. സൂര്യ എന്ന് പറയുന്നൊരു ബസ് വന്ന് തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബസ്സിൽ കയറാൻ ആരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ആരെയും കാണാനില്ല. അവിടെ പോസ്റ്റ് ഉണ്ട്. നല്ല കാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ രസമായിരിക്കും. മതി. അങ്ങനെ 9-10 മണിയോടെ ഈ ഭാഗത്തെല്ലാം ജീപ്പുകളൊക്കെ നിരന്നു. ഇനി ഇവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. ട്രക്കിങ്ങിനൊക്കെ പോകാൻ താല്പര്യമുള്ളവർ ജീപ്പിൽ അവർ കുറച്ച് സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ, അതുപോലെ തന്നെ ഇവിടെയുള്ള വനമേഖലകളിലൂടെയൊക്കെ ട്രക്കിംഗ് നടത്താൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെയുള്ള നിരവധി ജീപ്പുകൾ ഈ പ്രദേശത്തുണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് നമുക്ക് ഒരു റേറ്റിൽ ട്രക്കിംഗ് നടത്താം. ഈ കാണുന്ന സ്ഥലത്താണ് ആനകൾ വരുന്നത്. ആ ഭാഗത്ത് നിന്നും ആനകൾ ആ പുഴയിലേക്ക് ഇറങ്ങിയാണ് വെള്ളം കുടിക്കുന്നത്. നമ്മളെന്തായാലും രാവിലെ ഒരു ജീപ്പുകാരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ട്രക്കിംഗ് നടത്താമെന്ന് വിചാരിച്ചു. ആനകൾ എന്തായാലും വൈകുന്നേരത്ത് 5-5:30 മണി കഴിഞ്ഞ് ഈ സ്ഥലത്ത് എത്തുള്ളൂ. അപ്പോൾ ഈ കാണുന്ന നാട്ടിൻ്റെ അക്കരെ ഭാഗത്താണ് വനം. ആ വനമേഖല നിന്നാണ് ആനകൾ വന്ന് ഈ പുഴയിൽ ഇറങ്ങി വെള്ളം കുടിക്കുന്നത്. 5-5:30 മണിയാവും. അതുകൊണ്ട് നമ്മൾ രാവിലെ ട്രക്കിംഗ് നടത്താൻ എടമലക്കുടി നമ്മൾ പോണ ഇതിലെയാണ്. അല്ല, നമ്മുടെ റൂമിന്റെ അതുവഴി മുകളിലോട്ട് പോകുന്ന ആ റോഡിലൂടെ നമ്മൾ ആ വഴിക്ക് തിരിച്ചു വരും ചേട്ടേ. തിരിച്ച് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചു വരും. അത് കോയളക്കുടിയാണ്. അല്ല, അതുവഴി ജീപ്പുകൾ കയറി പോകുന്നുണ്ടോ? അതിൽ വരും. നമ്മൾ തിരിച്ചായിട്ട് വരും. അവിടെ ഈ ആനകൾ ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് തപ്പണം എന്തുകൊണ്ടാണ്? അവിടെ ചെറിയൊരു ബബിൾസ് പോലെയൊക്കെ വരുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് മനസ്സിലാവായിരിക്കും. ഒരു വെള്ളം എന്ന് പറയുന്നത് അതിങ്ങനെ കൊമ്പള, അതാണ് ഇങ്ങനെ തപ്പി എടുത്ത് കുടിക്കുന്നത് പറയുന്നത്. നമ്മൾ പോകുന്ന ആ വെള്ളച്ചാട്ടത്തിലേക്കാണോ? പെരുമുഖത്ത് പറയും. നമ്മളതിന് ടോപ്പിൽ ഒരു വാച്ച് ടവറുണ്ട്. അങ്ങനെ ട്രക്കിങ്ങിൻ്റെ ആദ്യം ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. വെള്ളച്ചാട്ടം പെരുമൻകുത്ത് വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത്. ഇത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വെള്ളച്ചാട്ടമാണ്. ഈ ടിക്കറ്റ് ഫീസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. നമ്മൾ നേരത്തെ കണ്ടൊരു വ്യൂ വെള്ളച്ചാട്ടം കണ്ടല്ലോ, ആ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. മലമുകളിൽ നിന്നൊക്കെ പൈപ്പിലൂടെ വെള്ളം അവരുടെ ആവശ്യത്തിന് എത്തിക്കുന്നത് ഇതുവഴി ഓസ് വഴിയാണ്. ഈ വനമേഖലകളിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കരുതെന്നൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിഴ ഈടാക്കും. അതുകൊണ്ട് വളരെ വൃത്തിയായി വരുന്നവർ വൃത്തിയായി സൂക്ഷിക്കുക. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന വെള്ളച്ചാട്ടം. അതിലേക്ക് ആണ് നമ്മൾ പോകുന്നത്. ഇതുവഴി നമുക്ക് ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മുകൾ ഭാഗത്ത് എത്തി നമുക്ക് ആ സ്ഥലം വളരെ മനോഹരമായിട്ട് കാണാൻ കഴിയും. നമ്മൾ അക്കരെ നിന്നും കണ്ടതുപോലെയില്ല, വളരെ മനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. ഈ വെള്ളച്ചാട്ടത്തെ പെരുമൻകുത്ത് വെള്ളച്ചാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. എവിടെ ഈ കുഴി? അത് അവിടുന്ന് പോയാട്ടെ. കൊച്ചു ആക്രാന്തം കൊണ്ട് വെള്ളം കണ്ടത് എടുക്കുകയാണ്.
ചാടിക്കഴിഞ്ഞപ്പോൾ തള്ളയും കൂടെ കൊച്ചല്ലേ ചാടിയേ, തള്ളയും കൂടെ എടുത്ത് ചാടി. ആ ഡ്രൈവർ നല്ല കഴിവുള്ളവനായിട്ട് അവൻ ആ കറക്റ്റ് എഞ്ചിന് രണ്ടുപേരെയും വലിച്ചിന് കയറ്റി. ആ പുള്ളി ഇറങ്ങി കയറ്റി. വെള്ളം കുറവായിരുന്നു. ഇനി താഴെ ഇറങ്ങിയല്ലേ? ഇവിടെ അവിടുന്ന് അടുത്ത പോയോ? താഴെ ഇറങ്ങുമായിരുന്നു ചേട്ടാ. ഈ ടവർ വരുന്നതിന് നമ്മളെല്ലാം താഴെ കൊണ്ടുപോയായിരുന്നു. താഴെ ഇറക്കില്ല. അയ്യോ, താഴെ ഇറക്കരുത്, ഡേഞ്ചറാണ്. തെറ്റിക്കഴിഞ്ഞാൽ ഒരു പോക്കൊക്കെ പോകും. ഞങ്ങളവിടെ ഇവിടെ നമ്മളെ കൊണ്ടുപോയ ജീപ്പ് ഡ്രൈവർ പറഞ്ഞത് മുമ്പ് ഈ ടവറൊക്കെ വരുന്നതിന് മുമ്പ് ഈ കാണുന്ന പാറയുടെ അടുത്തേക്ക് ആൾക്കാർ സഞ്ചാരികളെ കൊണ്ടുപോകുന്നതാണ് പറയുന്നത്. പക്ഷേ സത്യത്തിൽ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സംഭവമാണ്. ഈ വെള്ളം കുറവൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം കുറവുള്ള സമയത്തൊക്കെ ആൾക്കാരങ്ങ് കൊണ്ടുപോകുന്നുണ്ടെന്ന് ഇപ്പം ഈ കൂടെ വന്ന ജീപ്പ് ഡ്രൈവർ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പം മുമ്പ് അങ്ങനെ ഒരു അപകടം, ഒരു കുഞ്ഞ് ഈ കാണുന്ന കയത്തിലേക്ക് വീണെന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു രക്ഷപ്പെടുത്തി. കൂടെ കൊണ്ടുവന്ന ഡ്രൈവർ പെട്ടെന്ന് ചാടി തലയും കുഞ്ഞും പോയി അങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് വീണ കക്ഷി പറഞ്ഞ് അങ്ങനെ നമ്മുടെ പെരുമൻകുത്ത് വെള്ളച്ചാട്ടത്തിൽ നിന്നും മടങ്ങി അടുത്ത സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നത്. അടുത്ത സ്ഥലം പറഞ്ഞത് ഈ ആദിവാസി സമൂഹം താമസിക്കുന്ന അവരുടെ ഗ്രാമപ്രദേശത്ത് കൊണ്ടുപോകാനാണ് ഏറ്റിരിക്കുന്നത്. അപ്പം നമ്മളെന്തായാലും അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി നമ്മളെന്തായാലും പോവുകയാണ്. അങ്ങനെ നമ്മൾ ട്രൈബൽസ് താമസിക്കുന്ന അവരുടെ ഗ്രാമപ്രദേശത്ത് പോവുകയാണ്. വളരെ ഇടുങ്ങിയ റോഡുകളാണ്. റോഡിലൊക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ വീതി കുറവുള്ള വളഞ്ഞും കുളഞ്ഞും കിടക്കുന്ന റോഡുകളാണ്. വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ സ്ഥിരം കിടന്ന് ഓടുന്ന ജീപ്പുകളിൽ അവരെ കൊണ്ടൊക്കെ ഈ റോഡ് വഴിയൊക്കെ എന്തായാലും വരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് കുത്തനുള്ള തേരിയും ഡേഞ്ചർ റോഡുമാണ്. അപ്പോൾ നമ്മുടെ വാഹനത്തിലൊക്കെ പോകുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ബൈക്കോ സ്കൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും ടൂ വീലറുകളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ കാറൊന്നും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും. അതുപോലത്തെ റോഡുകളാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ വെള്ളച്ചാട്ടം കൊണ്ട് ഒന്ന് കുളിക്കണമെങ്കിൽ നമ്മൾ കുളിച്ച് അതിനൊക്കെ അവർ വെയിറ്റ് ചെയ്യും. നമ്മൾ കുളിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ അവർ വെയിറ്റ് ചെയ്ത് നമ്മളെ കൂടെ തന്നെ എല്ലാ ഇതിലും നിൽക്കും എന്നാണ് ആ ജീപ്പ് ഡ്രൈവർ പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ ആ സ്ഥലത്ത് എന്തായാലും നമ്മൾ എത്താറായി. ഇതാണ് ആ വെള്ളച്ചാട്ടം. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മളൊരു തൂക്കുപാലത്തിലാണ്, വളരെ മനോഹരമായൊരു തൂക്കുപാലം. ആ തൂക്കുപാലത്തിലേക്കാണ് നമ്മൾ പോയത്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് തൂക്കുപാലത്തിൻ്റെ ഫ്രണ്ടിൽ. ഒരു സമയം 10 പേർക്ക് നിൽക്കാൻ കഴിയുന്ന തൂക്കുപാലം എന്നാണ് പറയുന്നത്. എന്നാലും ക്രമാതീതമായി വരുന്ന സഞ്ചാരികൾ കൂടുതലായി ഒരുപാട് പേര് കയറുന്നതുകൊണ്ട് അത് 5ആയി നിയന്ത്രിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവിടെയും കഴിഞ്ഞു. ഇനി പോകുന്നത് നമ്മൾ വനമേഖലയിലൂടെയുള്ള ഒരു യാത്രയാണ്. വനത്തിനുള്ളിലൂടെയുള്ള യാത്രയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ കാണാം. അതുപോലെ ഓഫ് റോഡാണ്. ഇപ്പം ഈ കാണുന്ന കോൺക്രീറ്റ് റോഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഓഫ് റോഡാണ് വരുന്നത്. അപ്പോൾ ഈ യാത്ര നമുക്ക് വളരെ വളരെ കാരണം നമ്മളിപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇനി വൈകുന്നേരത്ത് മാത്രമാണ് ആനകളെയൊക്കെ കാണാൻ കഴിയുന്നത്. ആനകൾ ഈ ആനക്കുളത്ത് വരുന്നത് വൈകുന്നേരത്ത് 5-5:30 മണിക്ക് ശേഷമാണ്. അതുവരെ നമുക്ക് ഇതുപോലുള്ള ട്രക്കിങ്ങുകളൊക്കെ നടത്തി നമുക്ക് എൻജോയ് ചെയ്ത് വൈകുന്നേരത്ത് ആനകളെയും കണ്ട് തിരിച്ചു പോകാൻ കഴിയും. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് റോഡാണ്. ഇത് കഴിഞ്ഞാൽ ഇനി ഓഫ് റോഡെന്നാണ് അവർ പറഞ്ഞത്.
രാത്രി ഈ പന്നി കേര ഏത് കുടി എന്ന് പറഞ്ഞാൽ ചപ്പാത്താണ് ഇത്. ഈ ഇടമലക്കുടിയിൽ നിങ്ങൾ എവിടുന്ന് ഇവിടെ ആനക്കുളത്ത് നിന്ന് ആൾക്കാർ നടന്നു പോകുന്നില്ല. അത് വണ്ടിക്ക് പോകാൻ പറ്റുന്നെങ്കിൽ അത് നമ്മുടെ മൂന്നാറില്ലേ മൂന്നാറ് ദേവികുളം. ദേവികുളമല്ല രാജമല പോയിട്ടില്ലേ രാജമലേന്റെ കുറെ പോയി കഴിഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് ചെയ്യില്ല അത് കഴിഞ്ഞ് നേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് പറയാം അത് അവിടെ പോകുന്ന വഴിയാണെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ആനക്കുളത്ത് നിന്നും ഇടമലക്കുടിയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണെന്നാണ് പറയുന്നത്. ഇടമലക്കുടിയിലേക്ക് പോകുന്നത് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സാധാരണ ജനങ്ങളൊന്നും കയറ്റി വിടാറില്ല. അവിടേക്ക് ഒരുപാട് നല്ല പെർമിഷനൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. അങ്ങനെ വെളിയിൽ നിന്ന് ആരും അങ്ങനെ ഇടമലക്കുടിയിലേക്ക് അവർ കടത്തിവിടില്ല. പക്ഷേ ഈ അവിടെ നിന്നും ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇടമലക്കുടിയിലുള്ള ആൾക്കാർ ഈ നാട്ടിലേക്ക് വരുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ ഇവിടെ എത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അത് നല്ലൊരു അറിവ് തന്നെയാണ്. കാരണം ആനക്കുളത്ത് അവർക്ക് വനമേഖലയിലൂടെ പെട്ടെന്ന് ഇവിടെ എത്താൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടമലക്കുടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അകത്തുകൂടെയാണ് പോകാനുള്ള വാഹനത്തിൽ പോകാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ആനക്കുളത്ത് എത്തുന്നത് അല്ലാതെ തന്നെ അവർക്ക് വനത്തിലൂടെ പെട്ടെന്ന് എത്താൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. ഈ മരമാണ് നടക്കുന്ന മരം. വനമേഖലയിലുള്ള ആൾക്കാർ പറയുന്നുണ്ട് നടക്കുന്ന മരമാണെന്നാണ് പറയുന്നത്. സത്യം ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ വേരുകളാണ് ഈ മരത്തിലൂടെ. ഒരു മരത്തിൻ്റെ മുകളിലേക്ക് നിരവധി വേരുകൾ വന്ന് ഒരേ ഭാഗം നശിച്ച് അടുത്ത വേരുകൾ വന്ന് ഈ ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നും മരം കുറച്ചുകൂടെ മുന്നോട്ട് നീങ്ങും. എന്ന് പറഞ്ഞാൽ ഈ പല പല വേരുകളായതുകൊണ്ട് ഒരു സൈഡിൽ നിന്നുള്ള ഇത് നശിച്ചതിന് ശേഷം ആ വേരുകൾ ഇങ്ങനെ പിടിച്ച് എങ്ങനെ ചെറുതായിട്ട് മാറി വരും. അതാണ് നടക്കുന്ന മരം എന്ന് ഈ വനമേഖലയിലുള്ള ആൾക്കാർ പറയുന്നത്. ഒരു ഭാഗത്ത് ഉള്ള ഭാഗങ്ങൾ നശിച്ച് അടുത്ത വേരുകൾ ചേർന്ന് അപ്പോൾ അതിന് ഈ സ്ഥാനത്തിന് വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് വേരുകൾ കയറി വേരുകൾ ആ മരത്തെ നശിപ്പിച്ച് അതിങ്ങനെ മാറി നിൽക്കുമെന്നാണ് ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. ഇതിൻ്റെ സ്ഥാനത്തിന് മാറ്റം ചെറിയൊരു മാറ്റം മാത്രമാണ്, വലിയ മാറ്റമൊന്നുമല്ല. ഈ പുഴയിലിറങ്ങി നമുക്ക് കുളിക്കാം. നമ്മളിവിടെ കുളിച്ച് തീരുന്നവർ ഇവിടെ ജീപ്പ് ഡ്രൈവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നാണ് അവർ പറയുന്നത്. അവരെത്ര സമയം വേണമെങ്കിൽ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഉച്ചയെ മുക്കാലൊക്കെ ആയപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒന്ന് പുഴയിലൊന്ന് ഇറങ്ങാം. വലിയ ആഴമൊന്നും ഇല്ലാത്ത പുഴയാണ്. അപ്പം ഇവിടെയാണ് ആനകൾ വരുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഈ വെള്ളത്തിലെന്തോ ഉപ്പ് രസമെന്നോ അതുപോലെ അല്ലെങ്കിൽ എന്തോ ഓര് വെള്ളം വരുന്നെന്നൊക്കെയാണ് ഡ്രൈവർ പറഞ്ഞത്. ഉപ്പ് രസമല്ല ഓര് വെള്ളം വരുന്നത്. ചിലർ പറയുന്നു ഉപ്പ് രസം വരുന്നു. അങ്ങനെ എന്തോ ഒരു പ്രത്യേകത ഈ പുഴയുടെ മധ്യഭാഗത്ത് നിന്നും ഈ പുഴയുടെ അടിയിൽ നിന്നും വെള്ളം വരുന്നതിൽ അങ്ങനെ പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നു. കുറച്ച് പേരുടെ അതിൽ എന്തോ കല്ലോ ഇതിലുള്ള ഈ പുഴയിലുള്ള കല്ലോ അത് അങ്ങനെ എന്തൊക്കെയോ അതിലെന്തോ രസമുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും നമ്മളെന്തായാലും അവിടെ ഇറങ്ങി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു.
പലരും പല രീതിയിലാണ് പറയുന്നത്. ഈ പുഴയുടെ കല്ലിന് എന്തോ ഉപ്പ് രസം ഉണ്ടെന്നോ, അത് ഇതിൻ്റെ അടിയിൽ നിന്ന് എന്തോ ഒരു വെള്ളം വരുന്നതെന്നോ, പിന്നെ അതിൽ ഉപ്പ് രസം ഉണ്ടെന്നോ, അത് കുടിച്ചിട്ടാണ് ഇവരും ഇത് കുടിച്ച് ഭയങ്കര മത്തായി, പിന്നെ ഭയങ്കര അക്രമമല്ല, അവർ മത്തായി ഈ മദ്യപിച്ച് എന്തൊക്കെയോ കാണിക്കുന്ന കണക്കാണ് ആനകൾ കാണിക്കുന്നതൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമ്മളൊന്ന് നോക്കിയാണ് സംഭവം കാണുന്നവരില്ല കേട്ടോ. ചെറിയ ഒരു ഇളിക്കപ്പൊക്കെ കുഴിയുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വലിയ ഇതില്ലെങ്കിലും നമ്മുടെ ഒരു അരയ്ക്കൊപ്പം കുഴി എന്തായാലും ഉണ്ട്. എന്തായാലും നമ്മൾ അവിടെ പോകണം. അപ്പം ഈ ഭാഗത്താണ് ആന വന്ന് വെള്ളം കുടിക്കുന്നത്. അപ്പം ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്താണ് ആന വന്നിട്ട് വെള്ളം കുടിക്കുന്നത്. അവിടെയാണ് ഒത്തിരി കുഴി ഉള്ളത്. കുഴിയെന്ന് പറയുമ്പോൾ അത്ര ഡേഞ്ചർ കുഴിയൊന്നുമില്ല, ഒരു അരയ്ക്കൊപ്പമൊക്കെ വെള്ളത്തിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും എന്തോ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കല്ല് വാരി ഒന്ന് ചവച്ച് നോക്കാം. അപ്പം ഈ ഭാഗം നീ നിൽക്കുന്ന ഭാഗത്താണ് അവർ വന്ന് കുടിക്കുന്നത്. അല്ലാതെ അവർ ആ പുഴയുടെ അറ്റത്തോ ഒന്നുമില്ല വരുന്ന ഈ ഒരു ഭാഗത്ത് വന്നിട്ട് അവർ കുടിക്കുന്നു. ഞാനെന്തായാലും പുഴയിലിറങ്ങി ഒന്ന് തപ്പി നോക്കാം എങ്ങനെയാണെന്ന്. ആ ഭാഗത്തു നിന്ന് ഒരു വെള്ളം വരുന്നുണ്ടോ, അതിന് ഉപ്പ് രസമുണ്ടോ, ഇനി അവിടെ കിടക്കുന്ന കല്ലുകൾക്ക് വല്ല ഉപ്പ് രസമുണ്ടോ എന്നൊക്കെ ഒന്ന് തപ്പി നോക്കാം. കുഴപ്പമില്ല, ഡേഞ്ചർ മേഖലയൊന്നുമല്ല, അധികം വലിയ കുഴിയൊന്നുമില്ല, നമുക്കൊരു അരയ്ക്കൊപ്പം വെള്ളമൊക്കെ ഉള്ളൂ. അപ്പം ഈ ഒരു ഭാഗത്ത് നിന്നാണ് ആനകൾ വന്ന് ഈ വെള്ളം കുടിക്കുന്നത് ഇവിടെ എന്നാണ്. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഒരു സ്ഥലം വെറും ഒരു സ്ഥലമാണ്, ഒരു പുഴയും മറ്റു ഭാഗങ്ങളും കാണാം. പക്ഷേ ഇനി ആനകൾ വരുമ്പോഴാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ സ്റ്റൈൽ അങ്ങ് മാറുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഭാവമേ അങ്ങ് മാറും. എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്റ്റേജിൽ കലാകാരന്മാർ വരുന്നത് പോലെയാണ് നമുക്ക് ഇവിടെ നിന്നും ഈ ആനകൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീൽ എന്ന് പറയുന്നതാണ്. അത് ഇനിയാണ് നമ്മൾ വൈകുന്നേരത്താണ് അതിൻ്റെ ഒരു ഫീൽ നമുക്കറിയാം. മണലില്ല, കല്ലില്ലാന്ന് യാതൊരു രോഗന്മാരാണെന്ന് പറയുന്നുണ്ട്. രോഗന്മാർ ഒന്നുമില്ല. ഞാൻ മാറ്റിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ രാവിലെ ആരുമില്ലായിരുന്ന ആനക്കുളത്ത് നിരവധി ആൾക്കാർ കൂടി തുടങ്ങി. വൈകുന്നേരമാകുമ്പോൾ ആനകളെ കാണുന്നതിന് വേണ്ടി ഇവിടെ തിരക്കായി തുടങ്ങി. ഇതാണ് ആനക്കുളത്തിൻ്റെ ആനകൾ വരുന്ന സ്ഥലം. ഈ ഭാഗത്ത് നിരവധി ആൾക്കാർ ആറ്റിലിറങ്ങാനും വൈകുന്നേരമായി തുടങ്ങി. അപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി ഇവിടെയൊക്കെ ഈ പുൽമേടുകളിലൊക്കെ നിൽക്കാനൊക്കെ ഒരു 5:30 മണി വരെയാണ് അവർക്ക് സമയം ഫോറസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 5:30 മണി കഴിഞ്ഞാൽ ഏത് സമയത്ത് വേണമെങ്കിലും ആനകൾ വരാം. വെള്ളം കുടിക്കാൻ ആനകൾ വരുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ഒരു 5:30 മണി വരെ ഈ പുൽമേട്ടിലേക്ക് ഈ നദിയിലേക്ക് ഇറങ്ങാൻ ആൾക്കാർക്ക് അനുവാദം. എന്തായാലും എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കണം. ആന വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം. എന്തായാലും 5:30 മണിയാവാൻ പോവുകയാണ്. എല്ലാവരും അങ്ങനെ ക്ഷമയോടുകൂടി, അവിടെ ഈ കാണുന്ന ഭാഗത്തേക്ക് ടിക്കറ്റ് എടുത്താണ് കാണുന്നത്. അത് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാമെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഈ റോട്ടിൽ നിന്നാൽ തന്നെ നമുക്ക് നല്ല കാണും. ഇവിടെയുള്ള ചെറുക്കാരാണ് വോളിബോളൊക്കെ കളിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വരുമോ വരുമോ. സമയം 5:30 മണി ആയി. എന്തായാലും ഉടൻ തന്നെ ഈ പരിസരത്തും പുൽമേട്ടിലും നാട്ടിലൊക്കെ പുഴയിലൊക്കെ നിൽക്കുന്നവരെ എന്തായാലും മാറ്റി തുടങ്ങും. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അവരുടെ കയറി പോകാൻ എന്തായാലും പറയും. അല്ലല്ല നോണ്ട ഫോറസ്റ്റുകാരാണ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. നോണ്ട ആ ഉദ്യോഗസ്ഥൻ പോകണമല്ലോ ഫോറസ്റ്റ് ഓഫീസിൽ.
കറക്റ്റ് 5:30 മണിയായി. അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് അവിടെ പുഴയിലുള്ള എല്ലാവരെയും റോട്ടിലേക്ക് കയറ്റി പുൽമേടിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി പുൽമേടിൽ നിന്ന് കളിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ മാത്രമാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരാണ് അവിടെ നിന്ന് കളിക്കുന്നത്. അവരാ സമയമാകുമ്പം ആനകൾ വരുന്നതിന് തൊട്ട് മുമ്പേ അവർ മാറും. അങ്ങനെ എല്ലാവരും ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ആന വരുന്നതും കാത്ത്. 6:30 മണിയായി, നേരെ വിരട്ടി തുടങ്ങി, ആന വരുന്നില്ല. ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് എല്ലാ ദിവസവും ആന വരുമെന്നാണ് പറയുന്നത്. വന്നില്ലെങ്കിൽ ഒരു വൺ നഷ്ടമാകും. ചിലരൊക്കെ പോകാനുള്ള ദൂരെ നിന്നൊക്കെ വരുന്നത് ചിലപ്പോൾ തിരിച്ചു പോകാനൊക്കെ നോക്കുന്നുണ്ട്. ആന വരുമെന്ന് നോക്കാം. എന്തായാലും ഇവിടെയുള്ള ചെറുപ്പക്കാർ ആ പുൽമേട്ടിൽ നിന്ന് വോളിബോൾ കളിക്കുന്നുണ്ട്. അവർ ആ സമയം അപ്പം മാറും. എന്തായാലും അവരെ കളിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത്രയും സമയമായി, ആന വന്നില്ലെങ്കിൽ വൺ നഷ്ടമാകും. ആന വരില്ലയോ വരുമോ എന്ന് ഇനി കാണാം. ഇന്ന് സമയം ഒരുപാട് വൈകി, ആന ഇതുവരെയായിട്ടും വന്നില്ല. എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് ആന വരുമോ ഇല്ലയെന്ന്. ആനകൾ എത്തിക്കഴിഞ്ഞാൽ ഈ കളിക്കുന്ന ചെറുപ്പക്കാരൊക്കെ അവിടെ നിന്ന് എന്തായാലും മാറിക്കൊള്ളും. അതുവരെ അവരിവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ആന വന്നു കഴിഞ്ഞാൽ അവരത് മാറും. കാരണം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞു, എന്നിട്ട് ഇതായിട്ടും വന്നില്ല. ഇവിടെ വോളിബോൾ കളിക്കുന്നത് കൊണ്ടാണ് ആനകൾ അവിടെ വെയിറ്റ് ചെയ്തത്. കാരണം പുഴയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അവർ നോക്കിയതിന് ശേഷമേ ആനകൾ വരുള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് പുഴയിൽ 5:30 ശേഷം ആരെയും ഇറങ്ങാൻ സമ്മതിക്കുന്നത്. ഇപ്പോൾ 7ഓളം ആനകളാണ് വന്നിട്ടുള്ളത്. അതിൽ 2-3 കുട്ടി ആനകളുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ആനകൾ പുഴയുടെ അരികിൽ എത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ കാണിച്ച ആ വീഡിയോയിൽ ഞാൻ ആ മധ്യഭാഗത്തേക്ക് പുഴയുടെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ആ ഭാഗത്തേക്കാണ് ആനകൾ നീങ്ങുന്നത്. ആ ഭാഗത്ത് നിന്നാണ് അവർ വെള്ളം ഇങ്ങനെ തുമ്പിക്കൈ വെച്ച് വടിച്ച് കുടിക്കുന്നത് കാണുന്നത്. അപ്പോൾ അതൊരു പ്രത്യേകത തന്നെയാണ്. കാരണം എല്ലാ ദിവസവും ഇവിടെ ആനകൾ വരും എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ചില ദിവസങ്ങളിലേക്ക് 5:30 മണിയാകുമ്പോൾ തന്നെ എത്തുന്ന ആനകളാണ്. ഇന്ന് ഒരുപാട് വൈകി 6-6:30 മണിയായി അവരിവിടെ ആനക്കുളത്ത് എത്തിയപ്പോൾ. അപ്പോൾ വെളിച്ചക്കുറവ് ഒരു പ്രശ്നം തന്നെയായിരുന്നു. എന്നാലും ഇവരിനി ഒരു വെളുക്കുന്നത് വരെ അവരിവിടെ കാണും. ഇവിടെ നീ വെള്ളമെല്ലാം കുടിച്ച് ചിലപ്പോൾ അവർ മത്ത് പിടിച്ചതുപോലെ ഇവിടെ കളിച്ച് രസിച്ച് ഉല്ലസിച്ചതിന് ശേഷം വെളുപ്പാൻ കാലമാകുമ്പോഴൊക്കെയാണ് അവർ തിരിച്ച് കാട്ടിലേക്ക് പോകുന്നതെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ സമയം 10 മണിയാണ് രാത്രി. അപ്പോഴും അവരിവിടെ ഉണ്ട്. ഇപ്പം നേരത്തെ വന്ന ആനക്കൂട്ടങ്ങളല്ല, ഇത് വേറെ ആനക്കൂട്ടങ്ങളാണ്. അവർ കയറിപ്പോയി, കുട്ടികളുമായി വന്നവർ കയറി കാട്ടിലേക്ക് വീണ്ടും വനത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി. അതിനുശേഷമാണ് അടുത്ത ഒരു ആനക്കൂട്ടം വന്നത്. അങ്ങനെ 2-3
ആനക്കൂട്ടങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു 10-28ഓളം ആനക്കൂട്ടങ്ങൾ ഇവിടെ വന്നു. പക്ഷേ ഇത് സെക്ഷനായിട്ടാണ്. ഒരു ടീം വന്നു, ഒരു 7-8 പേര് വന്നു. പിന്നെ അവരവിടെ ഒത്തിരി അങ്ങ് മാറി കാട്ടിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് കയറി നിന്നു. പിന്നെ അടുത്ത ആനക്കൂട്ടം വന്നു. അവരും ഇങ്ങനെ കുടിച്ച് കുറേ നേരം കഴിഞ്ഞ് വെള്ളം കുടിച്ച് അതിനുശേഷം വീണ്ടും അവരിങ്ങനെ മാറി നിന്നു. അങ്ങനെ ഒരു ടേണായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെളുക്കുന്നവരെ ഇവിടെ കാണുമെന്നാണ് പറയുന്നത്. നമ്മളെന്തായാലും ഇപ്പോൾ 10-11 മണി കഴിഞ്ഞു. നമുക്ക് ഉറക്കം വരുമ്പോൾ നമ്മളതിന് തൊട്ടടുത്ത് തന്നെ ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി ഉറങ്ങാനുള്ള പരിപാടികൾ നോക്കുകയാണ്. ഇവരെന്തായാലും ഇവിടെ വന്ന് അവരുടെ സ്വൈര്യവികാര കേന്ദ്രമാണത്. അപ്പോൾ അവർ അങ്ങ് ആസ്വദിക്കട്ടെ. എന്നാലും നമ്മൾ ഇനി നമുക്കും നല്ല ഉറക്കം ക്ഷീണമുണ്ട്. എന്നാലും നമ്മൾ ഉറങ്ങാനായിട്ട് പോവുകയാണ്. ഇവരിനി വെളുക്കുന്നവരെ ഇവിടെ കാണുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അങ്ങനെ അടുത്ത കൂട്ടം പോവുകയാണ്. അത് കഴിഞ്ഞ് പുതിയ ടീം അതിന് തൊട്ടടുത്ത് തന്നെയാണ്. അത് അടുത്ത കയറി വരുന്നതാണ്. അങ്ങനെ ഒരു ടീം വന്ന് കുളിച്ചിട്ട് പോയതിന് ശേഷം വെള്ളം കുടിച്ചിട്ട് പോയതിന് ശേഷം അടുത്ത ടീമിൽ വരികയാണ്. വെളുക്കുന്നവരെ ഇവിടെ ഒരു ബഹളമാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അങ്ങനെ കാഴ്ചക്കാരെല്ലാം മടങ്ങി തുടങ്ങി. കാഴ്ചക്കാരെല്ലാം മടങ്ങിപ്പോയാലും എന്തായാലും ആനകൾ വെളുക്കുന്നവരുടെ കാണും. അങ്ങനെ ആനക്കുളത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.